മുജാഹിദ് പ്രസ്ഥാനത്തിലെ അൻസാർ നന്മണ്ട എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ മോട്ടിവേഷൻ ക്ലാസ്, ഫാമിലി ക്ലാസ് എന്നിത്യാദി പ്രഭാഷണങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൽ നിന്നും കൂടുതലായി കേൾക്കാൻ കഴിയുന്നത്. പാവപ്പെട്ട പല ഫാമിലികളും, സുന്നി ഫാമിലികളും മുസ്ലിം ഫാമിലികളും ഒക്കെ ഇദ്ദേഹത്തിന്റെ പല സംസാരം. ഒരു മിനിറ്റ്, ഈ സുന്നി ഫാമിലികളും മുസ്ലിം ഫാമിലികളും രണ്ടും രണ്ടായിട്ട് വേറെ വേറെ ഉണ്ടോ? ഞങ്ങൾ സുന്നിയാണ്, അല്ല ഓല് മുസ്ലിങ്ങളാണ്, അങ്ങനെ വേറെ വേറെ ഉണ്ടോ? ഓക്കെ. രണ്ടാമത് ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവരും കൂടിയിട്ടുള്ള ഇപ്പോൾ അൻസാർ നന്മണ്ട എന്ന് പറയുന്ന ഒരു ദാഇയുടെ നേരക്കാണല്ലോ അദ്ദേഹം പ്രഭാഷണങ്ങൾ നടത്തിയിട്ട് ഇവരെ പെണ്ണുങ്ങളൊക്കെ കൊഴിഞ്ഞു പോകുകയാണ് എന്നുള്ള പറഞ്ഞത്. ഇത്രയ്ക്ക് മോശപ്പെട്ട ദാരിദ്ര്യം പിടിച്ച അക്കീദയാണോ ചെങ്ങായിമാരെ നിങ്ങളെടുത്തുള്ളത്? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ബേജാറാണത്? അൻസാർ നന്മണ്ട എവിടെയെങ്കിലും പോയിട്ട് ഒരു കുടുംബ യോഗത്തിൽ ഒരു ക്ലാസ് നടത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ ഒരു ഓഡിറ്റോറിയത്തിലോ എവിടെ ആവട്ടെ ഒരു മോട്ടിവേഷൻ സ്പീച്ചോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സോ നടത്തി കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ ഈ കരിയില കൊഴിഞ്ഞു വീഴുമല്ലോ, ഉണങ്ങിയ ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു വീണ മാതിരി ഇങ്ങനെ കൊഴിഞ്ഞു വീഴാൻ അത്ര മോശപ്പെട്ട 10 പൈസയുടെ വില ഇല്ലാത്ത അക്കീതയാണോ വിശ്വാസമാണോ നിങ്ങളുടെ പെണ്ണുങ്ങൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? എന്ത് വിവരക്കേടാങ്ങൾ ഈ പറയണത്? ഒരു അന്തം കുന്തം വേണ്ടേ അല്ലേ? പറയും. പല സംസാരങ്ങളിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം ഇങ്ങനെ ഫാമിലി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നതിന്റെ ഇടയിലൂടെ തനി വഹാബിസം അദ്ദേഹം പ്രചരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്താണ് ഈ വഹാബിസം എന്ന് പറഞ്ഞാൽ? ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണോ, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഏതെങ്കിലും ഒരു ആശയം എവിടെയെങ്കിലും പ്രചരിപ്പിച്ചിട്ടുണ്ടോ? എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കിതാബ് തൗഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥം വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആശയവും ഇല്ല. അതേപോലെ അദ്ദേഹത്തിൻ്റെ ചരിത്രം കുറച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ സുന്നിയാണെന്ന് പറഞ്ഞിട്ടിപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കുറിച്ച് പഠിക്കാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പഠിച്ചതാണ്. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടൊരു വാദം, അദ്ദേഹം ഒരു മതം ഇവിടെ കൊടുത്തിട്ടില്ല. അദ്ദേഹം ഒരു മതത്തെ പുതിയതായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ല. ഒരു മതത്തിൻ്റെ നിയമങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. ദീനുൽ ഇസ്ലാം ഖുർആനും സുന്നത്തും അനുസരിച്ച് മാത്രമാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്, ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളത്. പിന്നെ ഏതാണ് വഹാബിസം എന്ന് പറയുന്നത്? വഹാബ് അള്ളയാണ്. ആ അള്ളാൻ്റെ ഇസാണോ? അതാണ് പരിശുദ്ധ ദീന്. നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി സുന്നി നിങ്ങൾ പേരിട്ട് വിളിച്ചിട്ടുള്ള ആ പഞ്ചസാര ചാക്കിലെ ഉപ്പല്ല, അത് സമസ്ത എന്ന് പറയേണ്ടി വരും. അതൊക്കെ പറയും. പരിശുദ്ധ ദീനിന്റെ ഹദീസുകളും ആയത്തുകളും ഓതിയിട്ട് തന്നിഷ്ടപ്രകാരം അർത്ഥം വെച്ച് ഇസ്ലാമിൽ നിന്ന് പാവപ്പെട്ട സുന്നികളൊക്കെ പുറത്താണ് എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിലുള്ള പ്രഭാഷണങ്ങൾ. സുന്നികൾ ഇസ്ലാമിൽ നിന്ന് പുറത്തല്ല. ഇസ്ലാം എന്ന് പറയുന്നത് അഹ്ലുസുന്ന എന്ന് പറയുന്ന ആ ഒരു നിലപാടാണ്. ഇസ്ലാമിലുള്ളവരാണ് അവർ. പിന്നെ നിങ്ങൾ ഉപ്പുംചാക്കുമായി പഞ്ചസാര എന്ന് എഴുതി വെച്ചാൽ ആ സാധനമാണ് വെച്ചാൽ സമസ്തയാണ്. അത് പകുതി മുക്കാലും പുറത്താണ്. പിന്നെ എന്തൊക്കെയുണ്ട് എന്ന് മാത്രം. പിന്നെ ഹദീസും ആയത്തും ദുർവ്യാഖ്യാനം ചെയ്തു, അദ്ദേഹത്തിൻ്റെ നിലയ്ക്ക് എന്തെങ്കിലും ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയും മൊയിലേരെ. അത് നമുക്ക് രണ്ടാക്കും കൂടി ഒരുമിച്ചിരുന്നിട്ട് എതിർക്കുക. മൂപ്പരുടെ ഇഷ്ടത്തിന് ഏതെങ്കിലും ആയത്ത് വ്യാഖ്യാനിക്കുകയോ ദുർവ്യാഖ്യാനിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയും, ഞാൻ വരാം, നമുക്ക് രണ്ടാക്കും കൂടി ഒപ്പം ഇരുന്നിട്ട് വീഡിയോ ചെയ്യാം. ഏതെങ്കിലും ഹദീസ്, കള്ളഹദീസല്ല, ബാറോലല്ല, ഏതെങ്കിലും ഹദീസ് അദ്ദേഹം ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ പറയും, നമുക്ക് രണ്ടാക്കും കൂടി ഒരുമിച്ചിരുന്നിട്ട് കുറ്റം പറയേ. ആ കുറ്റമൊന്നുമല്ല, സത്യം പറയേണ്ടത്. നിങ്ങളിപ്പോൾ പറയുന്നത് കുറ്റാണ്, പറയും. ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം, നിങ്ങളൊന്ന് കേട്ടു നോക്കുക അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ. റസൂലുള്ളാഹിന്റെ മുഖത്ത് തളിച്ചപ്പോ ഹബീബായ നബി തങ്ങളുടെ നാവുകൾ മന്ത്രിക്കാൻ തുടങ്ങി. ആ മന്ത്രിച്ച കൂട്ടത്തിൽ ഒരു വാക്കിങ്ങനെയായിരുന്നു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ. ജൂത ക്രൈസ്തവന്മാരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, അള്ളാന്റെ ശാപം കിട്ടിയിരിക്കുന്നു. ജൂതന്മാർക്കും ക്രൈസ്തവന്മാർക്കും എന്തേ ശാപം കിട്ടാനുള്ള കാരണം? അത് വ്യഭിചരിച്ചതല്ല, അവർ കള്ളത്തരം കാണിച്ചതല്ല, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചതല്ല, ആരാന്റെ പണ്ടം പറമ്പും മോഷ്ടിച്ചെടുത്തതല്ല. അവര് ചെയ്ത ഒരൊറ്റ കുറ്റം, ഇദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനം പറയുന്നതിന് മുമ്പ് ഈ പറഞ്ഞ സാഹചര്യം എന്താണ് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞോ? ഇദ്ദേഹത്തെ അത് മുഴുവനായിട്ട് പറയാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങൾ പറയണ്ടേ? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധക്ഷയം വന്ന് പോകുന്ന ഒരു അവസ്ഥ, വഫാത്തിന്റെ തൊട്ട് മുമ്പേയുള്ള ഒരു സമയത്താണിത്. ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്, എൻ്റെ ഖബർ നീ ആരാധനാ കേന്ദ്രമാക്കി മാറ്റല്ല റബ്ബേ എന്നുള്ളത്. അത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നും അവിടെ ആരാധന ചെയ്യാൻ ഒരു നിവൃത്തിയില്ല. ഓക്കെ. അതുപോലെ ചില ആളുകളെ, മുൻകഴിഞ്ഞു പോയ ചില വിഭാഗക്കാരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. ആ ശാപം എന്തിൻ്റെ പേരിലാണെന്നാണ് പറയുന്നത്? അത് അവരുടെ പ്രവാചകന്മാരുടെ ആരാധനാ കേന്ദ്രത്തെ ജാറം പൊങ്ങിച്ചിട്ട്, നിങ്ങൾക്ക് ജാറാരെ പഠിപ്പിച്ചെന്ന് ജൂതന്മാരല്ലേ?
അവരിൽ നിന്നുണ്ടായ പ്രവാചകന്മാരെ അവർ വഫാത്തായതിനു ശേഷം ജാറം പൊക്കിയിട്ട് അവിടെ അവർ ഉറൂസ് നടത്തിയിരുന്നു. അവരുടേതായിട്ടുള്ള ഉറൂസ്, അവരുടേതായിട്ടുള്ള നേർച്ചകൾ, അവരുടേതായിട്ടുള്ള ആചാരങ്ങളും ആരാധനകളും നടത്തിയിരുന്നു. അതുകൊണ്ട് അള്ളാഹു ശപിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളിലാണ് ഇദ്ദേഹം പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നുണ പറഞ്ഞിട്ടില്ല, ദുർവ്യാഖ്യാനിച്ചിട്ടില്ല, സ്വഹിയായ ഹദീസ് തന്നെയാണ്, വ്യക്തമായ ഹദീസ് തന്നെയാണ്, എല്ലാവരും അംഗീകരിക്കുന്ന ഹദീസ് തന്നെയാണ്. പക്ഷേ ഈ സമസ്തക്കാർ അംഗീകരിക്കില്ല, ഷിയാക്കളും അംഗീകരിക്കില്ല, അതുപോലെ അംഗീകരിക്കില്ല. പറയും കുറ്റം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ലാനത്തുണ്ട് എന്ന് പറഞ്ഞതിന് കൂട്ടത്തില് കള്ളന്മാര് പെടില്ല, അക്രമികൾ പെടില്ല, അങ്ങനെ പല തോന്നിവാസം ചെയ്തവരും പെടില്ല എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ സംസാരം ഉള്ളത്. കാരണം കാരണം പറയുന്നതിന് മുമ്പേ അണക്ക് അങ്ങനെ മനസ്സിലായി എന്നുള്ളത് അത് താങ്കളുടെ അണക്ക് എന്ന് പറഞ്ഞാല് ഞങ്ങളവിടെ താങ്കള് തനിക്ക് തലയിൽ തൊപ്പി വെച്ചതൊന്നും കാര്യമില്ല കേട്ടോ. അത് നമ്മൾ എപ്പോഴും പറയണതാണ്. താങ്കളുടെ വിവരക്കേട് എന്ന് എനിക്ക് പറയാനുള്ളൂ. വ്യഭിചാരിയോ കള്ളുകുടിയനോ അല്ലെങ്കിൽ പലിശക്കാരനോ അവരെ ശപിച്ചത് ഇക്കാരണം കൊണ്ടല്ല എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണ്ട മൊയിലേരെ. എന്താ നിങ്ങളിങ്ങനെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിയില്ല, എന്തോ അല്ല, ഞങ്ങൾ പൊട്ടന്മാരെന്നെയാണെന്ന് എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണോ നിങ്ങളുടെ ഉദ്ദേശം? കരാറെടുത്ത് ഇറങ്ങിക്കണോ? മനസ്സിലായ സഹോദരന്മാരെ നിങ്ങൾക്ക്? അതായത് ഈ പറയപ്പെട്ട കാര്യങ്ങൾ ചെയ്തത് കൊണ്ടല്ല എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങൾ അത് തെറ്റാണ് എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് വ്യഭിചാരം തെറ്റാണ്, പലിശ ഹറാമാക്കിയതാണ്, അതുപോലെ ഇസ്ലാം നിഷിദ്ധമാക്കിയ, അതായത് പരസ്യമായിട്ട് ചെയ്യാത്ത ആ ഹറാമാക്കപ്പെട്ട ആ കാര്യങ്ങൾ അത് കാരണമല്ല, അതുപോലെ മറ്റൊരു ഹറാമാക്കപ്പെട്ട ഒരു കാര്യം കൊണ്ടാണ് എന്നാണ് അൻസാർ നന്മണ്ട പറഞ്ഞത്. ഇത് വക്കും തൊക്കും അതിൻ്റെ അടിയിലൊരു കട്ടും കട്ടിയിട്ട് എന്നിട്ട് ഈ ആളുകളെ പയപ്പിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ നിന്നിട്ട് വീഡിയോ ചെയ്യണം. മൊയിലേരെ നിങ്ങൾക്ക് ഉണ്ടോ? ഇത് കേട്ടവർക്ക് മനസ്സിലായി, അവർ ഖുർആനും സുന്നത്തും മനസ്സിലാക്കി എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ഇതിൻ്റെ ശേഷം നമ്മളൊരു വീഡിയോ കൂടി കൊണ്ടുവരുന്നുണ്ട്. ഈ ഖുർആനും സുന്നത്തും ആയത്തും പറഞ്ഞുകൊണ്ട് പ്രഭാഷകർ, ദായിമാർ പ്രഭാഷണം നടത്തുമ്പോൾ ആളുകൾ മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കുന്നു എന്നുള്ളത് ഇവരുടെ പ്രശ്നമാണ്. കാരണം ഇവർക്ക് മാലി മൗലൂദും കുത്രാത്തീബും കുത്തുബേത്തും ഈ പറ്റിക്കലും തീറ്റയും തന്നെ പറയാനുള്ളൂ. ആളുകൾക്ക് മടുത്തുക്കണു നിങ്ങളെ ഈ പിഴച്ച സിദ്ധാന്തങ്ങൾ കൊണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആന് 1400 വർഷം മുമ്പുള്ളതാണ്, അത് മടുത്തിട്ടില്ല. അതിന്നും മനസ്സിന് ഉന്മേഷമുണ്ടാക്കുന്ന പുതിയ ഉന്മേഷത്തിൻ്റെ വഴികളായിക്കൊണ്ട് ഇന്നും നിലനിൽക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മൊഴിമുത്തുകളും അത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കില്ല. നിങ്ങൾ ഈ കുത്തുബേത്ത്, കുത്താറാത്തീവ്, കുത്തിമലത്തൽ, കുത്തിച്ചാട്ടം, കുത്തിക്കളി, ഇതൊക്കെയാണ് നിങ്ങളെ പ്രശ്നേ. ആ കളികളൊക്കെ ഒന്ന് നിർത്തി നിങ്ങൾ യഥാർത്ഥ ദീന് പറഞ്ഞു കൊടുക്കുകയും അപ്പോൾ കുറേ ആളുകൾ നിങ്ങൾ പറഞ്ഞ് കേൾക്കാൻ തുടങ്ങും. നിങ്ങൾ സുന്നി പെണ്ണുങ്ങൾ എന്ന് പറയുന്നത്, സുന്നി പെണ്ണുങ്ങളല്ലാട്ടില്ല സഹോദരന്മാരെ, സുന്നികളായ സ്ത്രീകൾ അവർ അഹ്ലുസുന്ന വൽ ജമാഅയിൽ അടിയുറച്ച് നിൽക്കുന്നവരാവും. അത് ഏതാണ് അഹ്ലുസുന്ന ജമാഅ എന്നുള്ളത് മനസ്സിലാക്കുക. ഈ പറയുന്ന സമസ്തക്കാർ അതല്ല കേട്ടോ, ഒരു നുണറിയാണ്. ഓല അഹ്ലുസുന്നല്ല, ഓല് അഹ്ലു സമ്പത്താണ്, അല്ലെങ്കിൽ അഹ്ലു ബിദ്അത്താണ്, ഖുറാഫാത്താണ്, കുബൂരിസാണ്, സംശയിക്കേണ്ടങ്ങൾ. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ കുരുപൊട്ടിയിട്ട് വെറുതെ ഒരു കമൻറ്റിൽ ഇന്നെ 2 തെറി വിളിച്ചിട്ടൊന്നും കാര്യമില്ല. സത്യം അല്ലാണ്ട് ആവണില്ല. നിങ്ങൾ 1000 വട്ടം ഇവിടെ വന്നിട്ട് തെറി വിളിച്ചാലും ഈ പറയുന്നത് സത്യമാണ് എന്നുള്ളത് എനിക്ക് ബോധ്യമുള്ള കാലത്തോളം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യുന്നു. നിങ്ങൾക്ക് വിളിക്കാനുള്ളത് നിങ്ങൾ വിളിച്ചു പോവുക. അള്ളാഹു ഇതുപോലെ തെറി വിളിച്ചിരുന്ന എന്നെ ഈ സത്യം പറയുന്ന അല്ലെങ്കിൽ തൗഹീദ് പറയുന്ന മേഖലയിലേക്ക് എത്തിച്ചെങ്കിൽ നിങ്ങൾ കൂടുതൽ ഡബിൾ പവറോടെ തെറി കമൻറ്റുകൾ എഴുതുക. എൻ്റെ പഴയ ഫേസ്ബുക്ക് ഐഡിയ ഒക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. തൗഹീദ് പറയുന്നവർക്കെതിരെ വളരെ ശക്തമായിക്കൊണ്ട് അവർക്കെതിരായിട്ട് നിലകൊണ്ട ആളാണ് ഞാൻ. ഇന്ന് അവർ പറയുന്ന തൗഹീദിനെ, അതാണ് സത്യം എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് അവരുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ചെറിയൊരു ഓരം ചേർന്നിട്ട് ഒരു ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. നിങ്ങളെപ്പോലെ തെറി വിളിച്ചിരുന്നവനാണ് ഞാൻ, നിങ്ങളെപ്പോലെ കുറ്റപ്പെടുത്തിയിരുന്നവനാണ്, അനാവശ്യ വാക്കുകൾ ഉപയോഗിച്ചിരുന്നവരാണ്, ഈ ദഅവത്ത് നടത്തുന്ന ആളുകളെയൊക്കെ മോശക്കാരാണെന്ന് പറഞ്ഞിരുന്നവനാണ്. ഇന്ന് അൽഹംദുലില്ലാ സത്യത്തിൻ്റെ മാർഗത്തിലാണെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക തന്നെ ചെയ്യും. കമൻറ്റ് തുടങ്ങിക്കോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.